നമസ്കാരം. പ്രധാന തലക്കെട്ടുകളിലേക്ക്. തൃശൂർ വടക്കാഞ്ചേരിയിൽ കൂറുമാറി വോട്ട് ചെയ്യാൻ CPM 50 ലക്ഷം വാഗ്ദാനം ചെയ്തെന്ന ലീഗ് സ്വതന്ത്രൻ ജാഫറിന്റെ ശബ്ദരേഖയിൽ വിജിലൻസ് അന്വേഷണം. വാർഡ് മെമ്പർ സ്ഥാനം രാജിവെച്ച ജാഫർ പോലീസ് സ്റ്റേഷനിൽ അഭയം തേടി. ശബ്ദരേഖയിലുള്ളത് സൗഹൃദ സംഭാഷണമെന്നും ആരിൽ നിന്നും പണം വാങ്ങിയിട്ടില്ലെന്നും ജാഫർ. ചാക്കിട്ടുപിടുത്തം CPM-ന് ഇല്ലെന്നും അന്വേഷിച്ച് നടപടിയെന്നും MV ഗോവിന്ദൻ. CPM-ന് ആർത്തിമൂത്ത് ഭ്രാന്തായെന്ന് തൃശൂർ DCC. CPI-ക്കെതിരെ രൂക്ഷ വിമർശനവുമായി വീണ്ടും വെള്ളാപ്പള്ളി നടേശൻ. PM ശ്രീയിലടക്കമുള്ള നിലപാട് മുന്നണിയിൽ അനൈക്യമുണ്ടാക്കി. തന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു പറയാൻ പറ്റില്ലെന്ന് വെള്ളാപ്പള്ളി. വഴിവിട്ട് ഒരു പൈസ പോലും വാങ്ങിയിട്ടില്ലെന്നും വെള്ളാപ്പള്ളിയല്ല LDF എന്നും ബിനോയ് വിശ്വത്തിന്റെ മറുപടി. ലീഗിനെതിരെയും വെള്ളാപ്പള്ളിയുടെ വിമർശനം. വെള്ളാപ്പള്ളി വർഗീയവാദിയല്ലെന്ന് MV ഗോവിന്ദൻ. ചില ആളുകളെ കൊണ്ട് പിണറായി വർഗീയത പറയിപ്പിക്കുന്നുവെന്ന് VD സതീശൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജാമ്യം തേടി N വാസു സുപ്രീം കോടതിയിൽ. ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകി. അന്വേഷണം CBI-യെ ഏൽപ്പിക്കണമെന്ന് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ. CBI അന്വേഷണത്തെ എതിർത്ത് ഹൈക്കോടതിയിൽ SIT. കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുമെന്നും അന്വേഷണ സംഘം. ഈ മാസം 5-ന് ഹൈക്കോടതിയിൽ കേസ് അന്വേഷണത്തിൽ SIT-യെ സർക്കാർ സമ്മർദ്ദത്തിലാക്കുന്നുവെന്ന് കോൺഗ്രസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമദൂര നിലപാടെന്ന് NSS. ശബരിമലയിൽ ശരിദൂരമെന്നും G സുകുമാരൻ നായർ. 149ാമത് മന്നം ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള പൊതുസമ്മേളനത്തിന് പെരുന്നയിലെ NSS ആസ്ഥാനത്ത് തുടക്കം. മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തി പ്രമുഖർ. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്ക് KTET നിർബന്ധമാക്കി ഉത്തരവ്. നടപടി സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ. നെറ്റ് PhD സെറ്റ് ഉൾപ്പെടെ ഉയർന്ന യോഗ്യതയുള്ളവർക്കും പരീക്ഷ പാസ്സാവണം. പ്രധാന അധ്യാപിക തസ്തികയ്ക്കും KTET വേണം. എതിർപ്പുമായി അധ്യാപക സംഘടനകൾ. വിശദമായ വാർത്തകൾ നോക്കാം. വടക്കാഞ്ചേരിയിൽ കൂറുമാറി വോട്ട് ചെയ്യാൻ CPM 50 ലക്ഷം വാഗ്ദാനം ചെയ്തെന്ന ലീഗ് സ്വതന്ത്രൻ ജാഫറിന്റെ ശബ്ദരേഖയിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. ശബ്ദരേഖയിലുള്ളത് സൗഹൃദ സംഭാഷണമെന്നും ആരിൽ നിന്നും പണം വാങ്ങിയിട്ടില്ലെന്നും ജാഫർ പറയുന്നു. ഞാൻ അങ്ങനെയല്ലല്ലോ, സ്വതന്ത്രനാണ് പ്രസിഡന്റ്, അല്ലാതെ CPM-അല്ല പ്രസിഡന്റ്. അപ്പൊ അതുകൊണ്ടാ പറയുന്നത്. ഞാൻ ഇപ്പൊ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഓപ്ഷൻ നമ്മൾ മാക്സിമം യൂസ് ചെയ്യാണ്. ഞാനേ എന്റെ ലൈഫ് സെറ്റിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ അത് സെറ്റ് ആവാനുള്ള ഒരു ഓപ്ഷൻ വരികയാണ്. ഇവിടെ 50 ലക്ഷമാണ് ഇപ്പൊ ഓഫർ കൊടുക്കും. 1-2 റുപ്യല്ല. ഇതൊക്കെ ഇയാണെങ്കിൽ എന്റെ കണ്ണ് മഞ്ഞടിക്കും. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ്. ഈ എന്താ വിചാരിച്ച് പ്രസിഡന്റ് എന്ന് പറയുമ്പോ? അപ്പൊ പ്രസിഡന്റ് എന്ന് പറയുമ്പോ അതിന്റെ പവർ എന്താന്ന് നടക്കല്ലോ അറിയാം. ഇതാണെങ്കിൽ ഇപ്പൊ നിങ്ങളെ കൂടെ നിന്നാ അത് നറുക്കെടുത്താലേ കിട്ടുള്ളൂ. ഇതാകുമ്പോ ഒന്നും അറിയണ്ട, നമ്മളവിടെ പോയിരുന്ന് കസേരയിൽ കയറിയിരുന്നാ മതി. ജാഫർ ഇങ്ങനെ പറഞ്ഞ കാര്യവും ഈ CPM നേതാവ് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത് എന്നുള്ളതും നിങ്ങൾ തെളിയിക്കണം. അതല്ല എങ്കിൽ ഒരു ദിവസം പോലും ബ്ലോക്ക് പ്രസിഡന്റായിട്ട് ആ കസേരയിൽ ഇരിക്കാൻ ഒരു യോഗ്യതയില്ല. ഒരു വെല്ലുവിളി പോലെ ഞങ്ങൾ പറയുകയാണ്, ധൈര്യമുണ്ടെങ്കിൽ രാജിവെച്ച് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാണെങ്കിൽ ജനങ്ങളിൽ ഇതിൽ വിധി എഴുതും. അതല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് അങ്ങനെ ഒന്നില്ല എങ്കിൽ ജാഫർ 50 ലക്ഷം രൂപ CPM ഓഫർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് നിങ്ങൾ അവനോട് തെളിയിക്കണം. വോട്ട് ചെയ്യുമ്പോൾ തെറ്റുപറ്റിയെന്ന് ലീഗ് സ്വതന്ത്രൻ ജാഫർ. ഫോണിലൂടെ നടന്നത് സൗഹൃദ സംഭാഷണം മാത്രമെന്നും പണം വാങ്ങിയിട്ടില്ല എന്നും ജാഫർ പറഞ്ഞു. തന്നെ ഇടതു നേതാക്കൾ ബന്ധപ്പെട്ടിട്ടില്ല. സൗഹൃദ സംഭാഷണമാണെന്ന് പറയാൻ മുസ്തഫയെ ബന്ധപ്പെട്ടെങ്കിലും കിട്ടിയില്ല. താൻ UDF-കാരനാണെന്നും ലീഗിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ജാഫർ പറഞ്ഞു. പൊതുരംഗത്ത് തുടരുമെന്നും ജാഫർ പറയുന്നു. ഇല്ല, ഞാൻ ഒരാളിൽ നിന്നും 1 രൂപ പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല. ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ടോക്ക് എന്നുള്ള രീതിയിൽ മാത്രം സംസാരിച്ചിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. കാരണം ഞാനൊരു കാശ് വാങ്ങിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്കത് വിളിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. ഞാൻ കാശ് വാങ്ങിച്ച ആളാണെങ്കിൽ ഇത് അവൻ്റെ അടുത്ത് വിളിച്ച് പറയുമ്പോൾ അത് റെക്കോർഡ് ചെയ്യും, എല്ലാം എനിക്കറിയാലോ. അങ്ങനെ മുമ്പാണ്, അതായത് ഈ ഇതിന് മുമ്പാണല്ലോ, തെരഞ്ഞെടുപ്പിന് മുമ്പാണല്ലോ എനിക്ക് ഇങ്ങനെ ഓഫർ വന്നിട്ടുള്ളതാണല്ലോ. അതൊരു വിലപേശലല്ലേ നിങ്ങൾ? അതേപോലെ നടക്കുകയും ചെയ്തു. ഞാൻ അവരടുത്ത് വിലപേശിയിട്ട് ഞാൻ അവരടുത്ത് എന്തെങ്കിലും ആവശ്യപ്പെടുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കല്ലേ അറിയുള്ളൂ. ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല.
വടക്കാഞ്ചേരിയിൽ അധികാരത്തിനായി ലീഗ് സ്വതന്ത്രന് കോഴ നൽകിയെന്ന ആരോപണത്തിൽ പ്രതികരണവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടി ഒരു അവസരവാദ നിലപാടും സ്വീകരിച്ചിട്ടില്ലെന്നും കുതിരക്കച്ചവടത്തിന് ഇല്ലെന്നും MV ഗോവിന്ദൻ. ജനവിധി അംഗീകരിക്കുന്ന നിലപാടാണ് പാർട്ടി സ്വീകരിക്കുന്നത് എന്നും ഗോവിന്ദൻ പറഞ്ഞു. ഏതെങ്കിലും ഒരു മുനിസിപ്പാലിറ്റിയിലോ ഏതെങ്കിലും ഒരു പഞ്ചായത്തിലോ ഏതെങ്കിലും ഒരു ബ്ലോക്ക് പഞ്ചായത്തിലോ ആരെയെങ്കിലും ചാക്കിട്ട് പിടിച്ച് പ്രസിഡൻ്റാക്കി ആ ഭരണ സംവിധാനത്തെ കൈക്കലാക്കേണ്ടുന്ന ഒരു തരത്തിലുള്ള ത്വരയും CPIM-നില്ല. അതാണ് അടിസ്ഥാനപരമായ കാര്യം. ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം പരിശോധിച്ച് ആവശ്യമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. വരട്ടെ. ഇന്ന കാര്യം അതാ പറഞ്ഞത്. അതിനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് ഈ 50 ലക്ഷം കൊടുത്തിട്ട് ആളെ പിടിക്കേണ്ട യാതൊരു കാര്യമില്ലെന്ന് എല്ലാവർക്കും അറിയില്ലേ. വെറുതെ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ചോദിക്കണം, അവരോട് ചോദിക്കണം ആരാ പറഞ്ഞത്, എന്താ സ്വീകരിക്കുമെന്ന് പറഞ്ഞല്ലോ. അതിന് ഞങ്ങൾക്ക് എന്താ തർക്കമുള്ളത്? ഞങ്ങൾക്ക് എന്തെങ്കിലും മറച്ചു വെക്കാനാണെങ്കിലല്ലേ ഇന്ത്യയിൽ പിന്നിൽ പ്രശ്നമുള്ളൂ. നിങ്ങൾ പലരും എടുക്കുന്ന നിലപാടല്ലല്ലോ ഞങ്ങൾ എടുക്കുന്ന നിലപാട്. ഞങ്ങൾ പരസ്യമായി ജനങ്ങളോട് പറഞ്ഞുകൊണ്ടല്ലേ നിലപാട് സ്വീകരിക്കുക. ആ നിലപാടാണ് സ്വീകരിച്ചത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ കുതിരക്കച്ചവടത്തിലൂടെയാണ് CPM വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ നേടിയതെന്നും അന്തസ്സുണ്ടെങ്കിൽ രാജിവെച്ച് ഒഴിയണമെന്നും തൃശൂർ DCC. മറ്റത്തൂർ ഉൾപ്പെടെ താത്വിക അവലോകനങ്ങൾ നടത്തി പുറത്തിട്ട വാർത്തകൾ കണ്ടതാണ്. CPM-ന്റെ അധികാരത്തോടുള്ള ആർത്തിയാണ് ഇതെന്നും CPM നേതാക്കൾക്ക് ആർത്തി മൂത്ത് ഭ്രാന്തായിരിക്കുകയാണെന്നും DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ആരോപിച്ചു. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് CPM-ന്റെ അധികാരത്തോടുള്ള ആർത്തിയാണ്. ഗോവിന്ദൻ മാഷ് പറയുന്നത് ഞങ്ങൾക്ക് അധികാരത്തോട് ത്വരയില്ല എന്നാണ്. അധികാരത്തോടുള്ള ആർത്തി, ഈ ആർത്തി മൂത്ത് ഭ്രാന്തായിരിക്കുകയാണ് CPM നേതാക്കന്മാർക്ക്. നാട്ടിൻപുറത്ത് കാരണവന്മാർ പറയും ആർത്തി മൂത്ത് ഭ്രാന്തായിരിക്കുന്നു. അതാണ് ഇവിടെ CPM നേതാക്കന്മാർക്ക് സംഭവിച്ചിട്ടുള്ളത്. 50 ലക്ഷം കോഴ വാഗ്ദാനം ചെയ്യാൻ എന്താണ് ഇതിൻ്റെ പിന്നിലെ രഹസ്യം? അത് CPM നേതാക്കൾ വെളിപ്പെടുത്തണം. വടക്കാഞ്ചേരി വിഷയം വാർത്തകളെ വഴിതിരിച്ചുവിടാനുള്ള അഭ്യാസമാണെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. ഏതെങ്കിലും ഒരാളെ ചാക്കിട്ട് പിടിക്കാനുള്ള ഒരു അഭ്യാസവും CPM നടത്തിയിട്ടില്ല. BJP, STPI തുടങ്ങിയ വർഗീയ സംഘടനകളുടെ വോട്ട് നേടി സ്ഥാനം ലഭിച്ചാൽ ഉടൻ രാജിവെക്കണമെന്നതായിരുന്നു CPM സമീപനമെന്നും അബ്ദുൽ ഖാദർ പറഞ്ഞു. ഒരു സ്ഥലത്തും ഈ ജില്ലയിൽ ഒരു സ്ഥാനം നേടാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയത്തിൻ്റെ ബൈപ്പാസ് ചെയ്ത് ഒരു നിലപാടും ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ സ്വീകരിക്കരുത് എന്നുള്ള പാർട്ടിയുടെ നിലപാട് പൂർണ്ണമായും ഉയർത്തിപ്പിടിക്കുന്ന സമീപനമാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വടക്കാഞ്ചേരിയുടെ കാര്യത്തിൽ ഇപ്പോൾ നടക്കുന്ന പ്രചാരവേല ശുദ്ധ അസംബന്ധമാണ്. ഒരു തരത്തിലും അതിന് വാസ്തവവുമായിട്ട് ബന്ധമില്ല. ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെട്ട ഓഡിയോ ആരോട് പറയുന്നതാണ്? ഏതെങ്കിലും തരത്തിൽ CPIM-ന്റെ ഒരു നേതാവ് ബന്ധപ്പെട്ടുവെന്നോ സംസാരിച്ചുവെന്നോ പറയാൻ കഴിയില്ല. കാരണം ഞങ്ങൾ ആരും അങ്ങനെ ഇടപെട്ടിട്ടില്ല. ഇത് അദ്ദേഹം തന്നെ വിശദീകരിക്കുന്ന എന്താ, അത്തരത്തിൽ നേരത്തെ പറഞ്ഞു, പക്ഷേ വസ്തുതാപരമായിട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ മുഖം രക്ഷിക്കാൻ ഒരു വാർത്ത വഴിതിരിച്ചു വിടണം. അതാണ് യാഥാർത്ഥ്യം. ചതിയൻ ചന്തു പ്രയോഗത്തിന് പിന്നാലെ CPIയെ കടന്നാക്രമിച്ച് വെള്ളാപ്പള്ളി നടേശൻ. CPIക്കെതിരെ SNDP മുഖമാസികയിൽ ലേഖനം എഴുതിയ വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് പ്രതികരിക്കവേ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെയും രംഗത്തെത്തി. ലീഗിനെതിരെ വെള്ളാപ്പള്ളി രൂക്ഷ വിമർശനമാണ് നടത്തിയത്. CPIയെ കണക്കിന് വിമർശിച്ചുകൊണ്ടായിരുന്നു SNDP മുഖമാസികയായ യോഗനാടത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ എഡിറ്റോറിയൽ കുറിപ്പ്. തൊട്ടുകൂടായ്മയുടെ വികൃത മുഖം വീണ്ടും എന്ന തലക്കെട്ടോടെയായിരുന്നു ലേഖനം. CPM, CPI ഉൾപ്പെടെയുള്ള ഇടത് പാർട്ടികളുടെ നട്ടെല്ല് SNDP-യാണ്. CPM-ന് ഇതറിയാവുന്നതുകൊണ്ടാണ് അവർ സമുദായങ്ങൾക്ക് അർഹമായ പരിഗണന നൽകുന്നത്. CPIയുടെ നവോത്ഥാന നേതാക്കന്മാർക്ക് ഇപ്പോൾ ആ ബോധ്യമില്ലെന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ പേരെടുത്ത് പറയാതെ ലേഖനത്തിൽ വെള്ളാപ്പള്ളി വിമർശിച്ചു. എന്നാൽ മാധ്യമങ്ങളോട് പ്രതികരിക്കവേ ബിനോയ് വിശ്വത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞായിരുന്നു വെള്ളാപ്പള്ളിയുടെ വിമർശനം. ബിനോയ് വിശ്വത്തിൻ്റെ കാറിൽ സഞ്ചരിക്കേണ്ട കാര്യം തനിക്കില്ല എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി MN ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ തൻ്റെ കാറിൽ കയറിയിട്ടുണ്ടെന്നും CPI നേതാക്കൾ തൻ്റെ കയ്യിൽ നിന്ന് കൈനീട്ടി കാശ് വാങ്ങിയപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പറയാൻ പറ്റില്ല എന്നും കൂട്ടിച്ചേർത്തു. ആ CPI എന്നെ വണ്ടി കയറ്റിയെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വണ്ടി ഞാനെന്താ കാരണം
TV തോമസ്, M.N. ഗോവിന്ദൻ നായർ, P.S. ശ്രീനിവാസൻ, ഇവരൊക്കെ എൻ്റെ വണ്ടി എന്ന് മാത്രം ഉപയോഗിച്ചിട്ടുള്ളതാണ്. അവന് എൻ്റെ സമ്പത്ത് എന്ത് മാത്രം ഞാൻ കൊടുത്തിട്ടുള്ള ആളാണ്. ഇദ്ദേഹമാണ് അന്ന് ഈ രംഗത്ത് പോലും ഇല്ല ഞാൻ കാലത്ത് പോലും. ഇവരെല്ലാം തന്നെ നല്ല സൗഹാർദ്ദം പുലർത്തി അവരുമായിട്ട് ഒന്നിച്ച് ഞാൻ സംസാരിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം അപ്പോഴും പറഞ്ഞു എൻ്റെ കയ്യിൽ ഞാൻ കൊടുക്കും ചിരിക്കുന്നത്, അതായത് എൻ്റെ കയ്യിൽ പണം വേണം, ചിരിക്കുകയും ചെയ്യും, വണ്ടി കയറുകയില്ല. ഞാൻ വണ്ടി കയറുമെന്ന് പറഞ്ഞോ. മുസ്ലിം ലീഗിനെതിരെയും രൂക്ഷമായ ആരോപണങ്ങളുമായി വെള്ളാപ്പള്ളി രംഗത്തെത്തി. മാറാട് ആവർത്തിക്കാനുള്ള ശ്രമമാണ് ലീഗ് നടത്തുന്നത്. മുസ്ലിം സമുദായത്തെ ഈഴവ സമുദായത്തിനെതിരെ എതിരിക്കാൻ ശ്രമം നടത്തുന്നു. ഭരണത്തിലിരുന്നപ്പോൾ ലീഗ് സാമൂഹ്യനീതി നടപ്പിലാക്കിയില്ല എന്നും ആത്മപരിശോധന നടത്താൻ ലീഗ് തയ്യാറാകണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. മലപ്പുറത്ത് ലീഗിന് മുട്ടിന് കോളേജുകളുണ്ട്. ഇത് പറഞ്ഞതിൻ്റെ പേരിൽ തന്നെ വർഗീയവാദിയെ ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് ചിലർ നടത്തുന്നത്. എന്നാൽ പറഞ്ഞതൊന്നും പിൻവലിക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, ആലപ്പുഴ. വെള്ളാപ്പള്ളി നടേശന് മറുപടിയുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. രാഷ്ട്രീയ പാർട്ടികൾക്കോ വ്യക്തികൾക്കോ മാർക്കിടാൻ വെള്ളാപ്പള്ളിയെ ആരും ഏൽപ്പിച്ചിട്ടില്ല. വെള്ളാപ്പള്ളിയല്ല LDF. വെള്ളാപ്പള്ളിയുടെ ഒരു ഉപദേശവും തങ്ങൾ കാത്തിരിക്കുന്നില്ല. തെറ്റായ മാർഗത്തിൽ ആരും പണം വാങ്ങിയിട്ടില്ല. വെള്ളാപ്പള്ളിയുടെ ഒരു ചില്ലിക്കാശ് പോലും CPIക്ക് വേണ്ട. ആരോപണം തെളിയിച്ചാൽ തിരിച്ചു കൊടുക്കും. പരാമർശങ്ങളിലൂടെ ആരെയും ചെറുതാകുമെന്നും വലുതാകുമെന്നും ജനം കാണുന്നുണ്ടെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. CPIക്കാർ തെറ്റായ വഴിക്ക് ഒറ്റ പൈസ പോലും എന്തായാലും മേടിച്ചിട്ടില്ല. ശ്രീ വെള്ളാപ്പള്ളിയുടെ പക്കൽ നിന്ന് CPIക്കാർ ഫണ്ട് പിരിച്ച് കാണും. ഇലക്ഷനൊക്കെ വരുമ്പോഴത്തേക്കും അത് കാണും. അതല്ലാതെ ചീത്ത വഴിക്ക് കൈക്കൂലിയായിട്ടോ അഭിഹിതമായിട്ടോ ഒരു പൈസ പോലും പിരിക്കുന്ന പതിവ് CPIക്കില്ല. അതുകൊണ്ട് അതൊരു വെറും വർത്തമാനം മാത്രമാണ്. നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും ബഹുമാനപ്പെട്ട ശ്രീ വെള്ളാപ്പള്ളിയുമായി ഒരു തർക്കത്തിന് ഞാനില്ല. അത് അദ്ദേഹത്തിന് വിടുന്നു, നിങ്ങൾക്കും വിടുന്നു. LDFനോ അത് ഏതെങ്കിലും പാർട്ടിക്കോ മാർക്കിടാനോ തെറ്റ് ശരിയും പറയാനോ ഞങ്ങളാരും വെള്ളാപ്പള്ളിയെ ഏൽപ്പിച്ചിട്ടില്ല. വെള്ളാപ്പള്ളി അല്ല LDF. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊന്നും വെള്ളാപ്പള്ളിയുടെ ഒരു ഉപദേശവും കാത്തിരിക്കുന്നില്ല. അത്തരം പരാമർശങ്ങൾ കൊണ്ട് ഒരാൾ വലുതാകുമോ ചെറുതാകുമോ എന്ന് എല്ലാവർക്കും ഊഹിക്കാൻ പറ്റും. വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മതനിരപേക്ഷ നിലപാടിനെ അംഗീകരിക്കുന്നുവെന്നും സ്കൂൾ തുടങ്ങാൻ പ്രയാസമുണ്ടെങ്കിൽ പരിഹരിക്കണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഒരാൾ ഒരു കാര്യം പറഞ്ഞ ഉടനെ തന്നെ ആൾ വർഗീയവാദിയാകുമോ? വർഗീയവാദിയായിട്ടൊന്നും ഞങ്ങൾ ചിത്രീകരിക്കുന്നില്ല കേട്ടോ. അതിൻ്റെ അവസാനം നാളത്തെ നിങ്ങളുടെ ഇതിൽ MV ഗോവിന്ദൻ വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദി അത് പറയാൻ വേണ്ടിയില്ലേ? അല്ല, SNDPക്ക് നേരിട്ട പ്രശ്നവും ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നവും അവർ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകണം. ഞങ്ങളിപ്പോൾ അതിൽ പാർട്ടി നിലയിൽ ഇടപെടേണ്ട കാര്യമില്ലല്ലോ. അതിൽ പാർട്ടി ഇടപെടേണ്ട കാര്യമില്ല. അത് ഗവൺമെൻറ് എന്ന നിലയിൽ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും പ്രദേശത്ത് SNDP ആയാലും മറ്റാരായാലും സ്കൂൾ തുടങ്ങുന്നതിന് പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രയാസം പരിഹരിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കാൻ വേണ്ട. അതിൽ ഞങ്ങൾക്കാർക്ക് അതൊക്കെയുള്ളത്. വെള്ളാപ്പള്ളിയുടെ മുഖത്ത് കരിയോയിൽ ഒഴിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ്. വർഗീയവാദിയുടെ മുഖത്ത് കരിയോയിൽ ഒഴിക്കുന്നവർക്ക് പണവും സമ്മാനവും നൽകുമെന്ന് പ്രഖ്യാപനം. യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുദൂറിൻ്റേതാണ് FB പോസ്റ്റ്. വെള്ളാപ്പള്ളി നടേശന്റെ ഫോട്ടോ പങ്കുവച്ചാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ജാമ്യം തേടി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N. വാസു സുപ്രീം കോടതിയെ സമീപിച്ചു. ജാമ്യം നിഷേധിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് അപ്പീൽ നൽകിയത്. അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിച്ചുവെന്ന് വാസു ജാമ്യാപേക്ഷയിൽ പറയുന്നു. കേസിൽ വാസുവിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതിയും ഹൈക്കോടതിയും തള്ളിയിരുന്നു. അന്വേഷണ ഘട്ടത്തിൽ പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്ന SIT ആവശ്യം അംഗീകരിച്ചാണ് കോടതികൾ അപേക്ഷകൾ തള്ളിയത്. ശബരിമലയിലെ കട്ടിലപ്പാളിയിൽ പതിച്ചിരിക്കുന്ന സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികളാണെന്ന് രേഖപ്പെടുത്തി അവ ഇളക്കി മാറ്റാൻ ശുപാർശ നൽകി എന്നതാണ് N. വാസുവിനെതിരായ കേസ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിന്റെ അന്വേഷണം CBIയെ ഏൽപ്പിക്കണമെന്ന് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ. കേസിന് അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ളതിനാൽ യഥാർത്ഥ വസ്തുത പുറത്തുവരണമെങ്കിൽ CBI അന്വേഷണം വേണമെന്നാണ് ശുപാർശ. അന്താരാഷ്ട്ര ബന്ധത്തിന് തെളിവില്ലാത്തതിനാൽ CBI അന്വേഷണം ആവശ്യമില്ല എന്ന വിലയിരുത്തലാണ് SIT. അതേസമയം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും UDF കൺവീനർ അടൂർ പ്രകാശിനെയും ഉടൻ ചോദ്യം ചെയ്യും. ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ, കട്ടിള, ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയിൽ നിന്ന് സ്വർണം കവർന്ന കേസിന്റെ അന്വേഷണം CBI ഏൽപ്പിക്കണമെന്നാണ്
കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ശുപാർശ നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്ത് നിന്നുള്ള റിപ്പോർട്ട് ഡയറക്ടർ ജനറൽ ഓഫ് ഇന്റലിജൻസിനാണ് നൽകിയത്. നിലവിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അതിനാൽ CBI അന്വേഷണം ആവശ്യപ്പെടുന്ന IB റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി ഹൈക്കോടതിക്ക് കൈമാറുമെന്നാണ് വിവരം. സ്വർണ്ണക്കൊള്ളയ്ക്കൊപ്പം കള്ളപ്പണ ഇടപാടും നടന്നിട്ടുണ്ടാകുമെന്ന് കരുതുന്നതിനാൽ EDയുടെ അന്വേഷണവും IB മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ശബരിമല കേസിലെ അന്താരാഷ്ട്ര മാനങ്ങളെക്കുറിച്ച് ഹൈക്കോടതി പ്രകടിപ്പിച്ച ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് IB പ്രാഥമിക വിവരശേഖരണത്തിന് തയ്യാറായത്. എന്നാൽ നിലവിൽ അന്താരാഷ്ട്ര ബന്ധത്തിന് തെളിവില്ലാത്തതിനാൽ CBI അന്വേഷണം വേണ്ട എന്ന നിലപാടിലാണ് പ്രത്യേക അന്വേഷണ സംഘം. അതേസമയം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെയും UDF കൺവീനർ അടൂർ പ്രകാശിന്റെയും ചോദ്യം ചെയ്യൽ ഉടനുണ്ടാകും. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരിക്കെ PS പ്രശാന്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വഴിവിട്ട് സഹായം ചെയ്തിട്ടുണ്ടോ എന്നാണ് അന്വേഷണ സംഘം പരിശോധിക്കുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് ഏത് ഏജൻസി അന്വേഷിക്കുന്നതിലും എതിർപ്പില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. SIT അന്വേഷണം ഫലപ്രദമായി മുന്നോട്ട് പോകുന്നുണ്ടെന്നും അന്വേഷണം കോൺഗ്രസ് നേതാക്കളിലേക്ക് എത്തുമ്പോൾ SITയെ വിശ്വാസമില്ല എന്ന് പറയുന്നുവെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സെൻട്രൽ ഏജൻസി വേണോ വേണ്ടിയോ എന്നുള്ളതൊന്നും ഞങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമല്ല. ഞങ്ങൾ ആദ്യം മുതലേ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിനടുത്ത നിലപാട് SIT അന്വേഷണം പോകണം, ഹൈക്കോടതിയുടെ നേരിട്ടുള്ള കീഴിലെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അതിനെ കൃത്യമായിട്ട് അന്വേഷിച്ച് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുള്ളൂ. ആ നിലപാടാണ് പിന്നെ ഹൈക്കോടതി തന്നെ സ്വീകരിച്ചത്. അതുകൊണ്ടാണ് ഹൈക്കോടതി SITയെ തീരുമാനിച്ച് അവരന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണം നടത്തി മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇതേവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനൊക്കെ എതിരായിട്ടാണല്ലോ പുരുത്തവും അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് എന്ന് പറഞ്ഞാൽ എന്തൊരു ആഹ്ലാദഭരിതമായിരുന്നു പത്രക്കാരെല്ലാം, നിങ്ങളെല്ലാം. പക്ഷേ ഇപ്പം നോക്കുമ്പോൾ എന്താ, ഇപ്പോൾ അത്ര ആഹ്ലാദം കാണുന്നില്ല. കാരണം എന്താ, മെല്ലെ മെല്ലെ എത്തിയിട്ട് എന്തിനാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട പ്രതികൾ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷണത്തിൽ SITയെ സർക്കാർ സമ്മർദ്ദത്തിലാക്കുന്നുവെന്ന് VD സതീശൻ. ശബരിമലയിലെ സ്വർണം വിറ്റത് ആർക്കൊക്കെയാണെന്ന് സതീശൻ ചോദിച്ചു. ചില ആളുകളെ കൊണ്ട് പിണറായി വിജയൻ വർഗീയത പറയിപ്പിക്കുന്നുവെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പോടെ CPM ശിഥിലമായെന്നും VD സതീശൻ പറഞ്ഞു. അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും അവസാനം 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ SITയിലേക്ക് പ്രവേശിപ്പിക്കാൻ അവർക്ക് 2 പേർക്കും പരസ്യമായ CPM ബന്ധമുള്ള ആളുകളാണ്. CPM ബന്ധമുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി SITയിൽ കടന്നു കയറി SITയുടെ അന്വേഷണത്തിൻ്റെ രഹസ്യങ്ങൾ CPMന് ചോർത്തി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ എല്ലാ പ്രവർത്തനങ്ങളെയും, ശബരിമലയിൽ കോടതിയുടെ നിരീക്ഷണത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ആ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. പക്ഷെ മനഃപൂർവ്വമായി ഗവൺമെന്റ് CPM നേതാക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതികൾക്കൊപ്പമുള്ള CPM കോൺഗ്രസ് നേതാക്കളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിലൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെ കീശയിലാണെന്ന് വ്യക്തമായെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. UPA സർക്കാരിൻ്റെ പിന്തുണച്ചവരാണ് CPM. അതുകൊണ്ട് ഇവർ തമ്മിൽ ഒരു വ്യത്യാസവുമില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മനം ജയന്തി ദിനത്തിൽ ചങ്ങനാശ്ശേരി പെരുന്ന NSS ആസ്ഥാനത്ത് എത്തിയതായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. NSS പരിപാടിയിൽ വന്നത് രാഷ്ട്രീയം മനസ്സിൽ വച്ചല്ലെന്നും അദ്ദേഹം പറഞ്ഞു. മന്നത്ത് പത്മനാഭൻ എല്ലാവർക്കും പ്രചോദനമാണെന്നും സുകുമാരൻ നായർ തനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം മുതൽ ഇവർ LDFും കോൺഗ്രസിനെയും 2004 മുതൽ അറിയുന്ന ആളാണ്. 10 കൊല്ലം UDF ഭരിച്ചപ്പോൾ LDFിൻ്റെ പിന്തുണയാണ് 10 കൊല്ലം ഡൽഹിയിൽ ഭരിച്ചത്. അവിടെ ഭീകരമായ അഴിമതി നടന്നു എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവർ 2 പാർട്ടിയിലും ഒരു വ്യത്യാസമില്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞ ഒരാളാണ്. ഞങ്ങൾ അങ്ങനെയാണ് മുമ്പോട്ട് വെക്കുന്നത്. അപ്പോൾ പോറ്റി ആരുടെ കീശയിലുണ്ടായിരുന്നു, 2 പേരുടെ കീശയിലുണ്ടായിരുന്നു എന്ന് ഇപ്പോൾ കൃത്യമായി എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇതാണ് സത്യം. ഇതിനെല്ലാം മാറ്റണം. ഒരു പുതിയ രാഷ്ട്രീയം ഇവിടെ കൊണ്ടുവരണം, പുതിയ രാഷ്ട്രീയ സംസ്കാരം കൊണ്ടുവരണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സോണിയാഗാന്ധിക്കെതിരെ BJP. സോണിയയുമായി രക്തബന്ധമുള്ളവർക്ക് ഇറ്റലിയിൽ പുരാവസ്തു കച്ചവടമുണ്ടെന്ന് BJP നേതാവ് K. സുരേന്ദ്രൻ. മറ്റൊരു കേസിൽ CBI ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ട്. അങ്ങനെ എന്തെങ്കിലും സ്വാധീനം ചെലുത്താനാണോ ആന്റോ ആന്റണിയും അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം പോയത് എന്നും സുരേന്ദ്രൻ ചോദിച്ചു. പ്രധാന കുറ്റവാളിയായ ശങ്കർദാസിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്നും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അനിവാര്യമാണെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു.
കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അനിവാര്യമായേ മതിയാവൂ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെടുകയാണ്. നമ്മൾ സ്വർണ്ണക്കൊള്ളയുടെ വിശദാംശങ്ങൾ ഓരോന്ന് പുറത്തു വരുമ്പോഴും ഇവിടുത്തെ അന്വേഷണം കൊണ്ട് ഇത് പൂർണ്ണമായിട്ടും തെളിയാൻ പോകുന്നില്ല എന്നുള്ള വസ്തുതയിലേക്ക് എത്തിച്ചേരുകയാണ്. ഇപ്പൊ തന്നെ ഈ SIT അന്വേഷണം പ്രമുഖരായ പലരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി നീക്കം നടത്തുന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. തുടക്കത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വളരെ മാതൃകാപരമായ അന്വേഷണമാണ് നടത്തുന്നത് എന്നുള്ള ഒരു തോന്നലുണ്ടാക്കിയിരുന്നു. ആ ഘട്ടത്തിൽ എല്ലാവരും SIT അന്വേഷണത്തെ പുകഴ്ത്തിയതുമാണ്, ഞങ്ങൾ ഒഴിച്ച്. 149ാമത് മന്നം ജയന്തി ആഘോഷങ്ങൾ ചങ്ങനാശ്ശേരി പെരുന്ന NSS ആസ്ഥാനത്ത് നടന്നു. മന്നം ജയന്തി സമ്മേളനം രാഷ്ട്രീയ സമ്മേളനം അല്ലെന്നും രാഷ്ട്രീയ ലക്ഷ്യമുള്ളവരെയല്ല സമ്മേളനത്തിലേക്ക് ക്ഷണിക്കേണ്ടത് എന്നും ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പറഞ്ഞു. രാജ്യത്ത് സംഘടിതമായ ഗാന്ധി നിന്ന വർദ്ധിക്കുന്നത് തടയാൻ NSS മുന്നിട്ടിറങ്ങണമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷൻ അംഗം ഡോക്ടർ സിറേഖ് തോമസും പറഞ്ഞു. രാവിലെ മന്നം സമാധിയിൽ നടന്ന പുഷ്പാർച്ചനയിൽ സമുദായാംഗങ്ങളും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളുമടക്കം നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് പെരുന്ന NSS ബോയ്സ് ഹൈസ്കൂൾ അങ്കണത്തിൽ ഒരുക്കിയ പന്തലിൽ സമ്മേളനം ആരംഭിച്ചു. മുൻകാലങ്ങളിലെ പോലെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെയല്ല ഇത്തവണ മന്നം ജയന്തി സമ്മേളനത്തിന് ക്ഷണിച്ചിട്ടുള്ളതെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പറഞ്ഞു. മന്നം ജയന്തി സമ്മേളനം രാഷ്ട്രീയ സമ്മേളനം അല്ലെന്നും സ്ഥാനമാനങ്ങൾ നോക്കി വരുന്ന രാഷ്ട്രീയക്കാരെയല്ല പരിപാടിയിലേക്ക് ക്ഷണിക്കേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലപാടുകൾക്കും കാലാതീതമായ ദർശനങ്ങൾക്കും പ്രശസ്തിയും ഇപ്പോഴും വർദ്ധിക്കുന്നതായി നമുക്ക് കാണാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഈ ജയന്തി സമ്മേളനത്തിൽ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കടമ. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ഗാന്ധിനിന്ദയെ ചെറുക്കാൻ NSS നേതൃത്വം മുന്നിട്ടിറങ്ങണമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷൻ അംഗം ഡോക്ടർ സിറേഖ് തോമസ് പറഞ്ഞു. മന്നത്ത് പത്മനാഭനും K. കേളപ്പനും സമുദായ സ്നേഹികളും ദേശീയവാദികളും ഗാന്ധിയൻ മാർഗം സ്വീകരിച്ചിരുന്നവരുമാണ്. ഗാന്ധിനിന്ദയെ ചെറുക്കാൻ കോൺഗ്രസിനൊപ്പം ഇടതുപക്ഷത്തിനും ബാധ്യതയുണ്ടെന്നും ഡോക്ടർ സിറേഖ് തോമസ് പറഞ്ഞു. ഇവിടെ നടക്കുന്നത് സാമൂഹിക രാഷ്ട്രീയ ചലനങ്ങളെ ശക്തവും ദീപ്തവും പ്രത്യാഘാത നിർഭരവുമാക്കുന്ന ജനമഹാസദസ്സാണ്. രാജ്യത്തിന്റെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ മായാത്ത മുദ്രകളായി തെളിഞ്ഞു നിൽക്കുന്നതാണ് മന്നത്ത് പത്മനാഭന്റെയും NSSന്റെയും നേതൃസാന്നിധ്യവും സ്വാധീനവുമെന്നും ഡോക്ടർ സിറേഖ് തോമസ് കൂട്ടിച്ചേർത്തു. NSS പ്രസിഡന്റ് ഡോക്ടർ M. ശശികുമാർ അധ്യക്ഷത വഹിച്ചു. കവിയും ഗാനരചയിതാവുമായ രാജീവ് ആലുങ്കൽ, NSS ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. അമൃത ന്യൂസ്, കോട്ടയം. NSSന് രാഷ്ട്രീയമില്ലെന്നും എന്നാൽ രാഷ്ട്രീയത്തോട് വെറുപ്പില്ല എന്നും NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. സ്വർണ്ണക്കൊള്ളയിൽ നിലപാട് നേരത്തെ വ്യക്തമാക്കിയതാണ്. അതിൽ ഇനി പുതുതായി ഒന്നും പറയാനില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമദൂരം തന്നെയാണ് NSS നിലപാടെന്നും ശരിദൂരം ശബരിമല വിഷയത്തിൽ മാത്രമാണെന്നും സുകുമാരൻ നായർ പറഞ്ഞു. അതുകൊണ്ട് രാഷ്ട്രീയത്തോട് വെറുപ്പില്ല, ഒരു രാഷ്ട്രീയത്തോടും. ശരിദൂരം ശബരിമല വിഷയത്തിൽ മാത്രമേ ഉള്ളൂ. അതിനെ രാഷ്ട്രീയമായിട്ട് കുഴക്കേണ്ട കാര്യമില്ല. ആ കാര്യത്തിൽ നമ്മളൊരു ശരിദൂരം ഉണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും സമദൂരം തന്നെയാണ്. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനങ്ങൾക്കും സ്ഥാനക്കയറ്റങ്ങൾക്കും കേട്ടറ്റ് നിർബന്ധമാക്കി പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി. 2025 സെപ്റ്റംബർ 1 സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിന്യായത്തിന്റെ പശ്ചാത്തലത്തിലാണ് നിലവിലുണ്ടായിരുന്ന പല സുപ്രധാന ഇളവുകളും റദ്ദാക്കി സർക്കാർ ഉത്തരവിറക്കിയത്. ഇതോടെ നെറ്റ്, സെറ്റ്, MPhil, PhD, MEd തുടങ്ങിയ ഉയർന്ന യോഗ്യതകളുള്ളവർക്കും അധ്യാപിക തസ്തികകളിലേക്കും സ്ഥാനക്കയറ്റത്തിനും കേട്ടറ്റ് നിർബന്ധമായി. നേരത്തെ ഇത്തരം യോഗ്യതകളുള്ളവരെ കേട്ടറ്റിൽ നിന്ന് ഒഴിവാക്കിയിരുന്നുവെങ്കിലും പുതിയ ഉത്തരവ് പ്രകാരം ഈ ഇളവുകൾ ഇനി ലഭിക്കില്ല.
ഹൈസ്കൂൾ അധ്യാപകർക്ക് പ്രഥമാധ്യാപകരാവാനോ ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്ക് ബൈ ട്രാൻസ്ഫർ വഴി നിയമനം ലഭിക്കാനോ ഇനി കേട്ടറ്റ് കാറ്റഗറി 3 നിർബന്ധമായും വിജയിച്ചിരിക്കണം. LP UP വിഭാഗങ്ങളിലെ അധ്യാപക നിയമനങ്ങൾക്ക് കേട്ടറ്റ് കാറ്റഗറി 1, 2 എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് മതിയാകും. അതേസമയം കേന്ദ്ര അധ്യാപക യോഗ്യതാ പരീക്ഷ CTET വിജയിച്ചവർക്കുള്ള ഇളവ് തുടരും. ഇതിൽ പ്രൈമറി സ്റ്റേജ് വിജയിച്ചവരെ LP വിഭാഗത്തിലും എലമെന്ററി സ്റ്റേജ് വിജയിച്ചവരെ UP വിഭാഗത്തിലും പരിഗണിക്കും. കൂടാതെ എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണ നിയമനങ്ങൾക്കും ഇനി കേട്ടറ്റ് ബാധകമായിരിക്കും. സർക്കാരിന്റെ ഈ നീക്കം നിലവിൽ സർവീസിലുള്ള ഒട്ടേറെ അധ്യാപകരെയാണ് പ്രതിസന്ധിയിലാക്കുന്നത്. ഉത്തരവിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് സംഘടനകളുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ദേശീയപാതയുടെ പ്രവൃത്തി നടക്കുന്ന കോഴിക്കോട് കൊയിലാണ്ടി തിരുവങ്ങൂരിൽ അടിപ്പാതയ്ക്ക് സമീപം കോൺക്രീറ്റ് പാളി ഇടിഞ്ഞു. സ്ലാബ് ക്രെയിനിൽ ഉയർത്തുമ്പോൾ കയർ പൊട്ടി താഴെ വീഴുകയായിരുന്നു. സർവീസ് റോഡിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. MM രാകേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തിരുവങ്ങൂർ അടിപ്പാതയിലേക്ക് ദേശീയപാത നിർമ്മാണത്തിനിടെ സ്ലാബ് വീഴുന്നത് ഏകദേശം 3:30 മണിയോടുകൂടിയാണ്. നമ്മളിപ്പോൾ കാണാം അവിടെ കൊടിയൊക്കെ ഉയർത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ആളുകൾ സഞ്ചരിക്കുന്ന ഒരു അടിപ്പാത കൂടെയാണ്. ഈ അടിപ്പാതയിലേക്ക് വലിയ അപകടം ഉണ്ടാകുന്നത് എന്തോ ഭാഗ്യത്തിനാണ് ഒഴിവായത് എന്ന് പറയാം. നമുക്കിവിടെ നാട്ടുകാരുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കാം. എന്താണ് സംഭവിക്കുന്നത്? ഇത് ഇന്ന് ഈ നാഷണൽ ഹൈവേയുടെ പ്രവൃത്തി പുരോഗമിക്കുകയാണ്. ഇവിടെ പ്രദേശവാസികളുടെയും പഞ്ചായത്തിൻ്റെയും ഇതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ നേരത്തെ ഇവരുമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്, ഇവരുമായിട്ട് MP അടക്കം ഇവരോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഈ പ്രവൃത്തി ഒരു ഉയർന്ന പാതയിലൂടെ ആക്കണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആവശ്യമുണ്ടായിരുന്നത്. പക്ഷേ ഇവർ ഇവിടെ സ്ലാബ് ഇട്ടുകൊണ്ട് അതിനകത്ത് മണ്ണ് നികത്തിക്കൊണ്ടാണ് ഇവിടെ പ്രവൃത്തി പുരോഗമിക്കുന്നത്. സത്യത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തും അതുമായിട്ട് ബന്ധപ്പെട്ട അധികാരികളൊക്കെ കലക്ടർ ഉൾപ്പെടെയുള്ള ആളുകളെടുത്ത് ഇത് നേരത്തെ ശ്രദ്ധയിൽപ്പെടുത്തിയാണ്. MP ഇത് പാർലമെൻറ്റിൽ ഉന്നയിച്ച വിഷയമാണ്. MP മിനിസ്റ്ററുടെ അടുത്ത് നേരിട്ട് എത്തി ഇതിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് അറിയിച്ചതാണ്. പക്ഷേ അതിലൊന്നും പരിഹാരം കാണാതെ ഇതേ രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രവൃത്തി തുടരുന്ന സാഹചര്യത്തിലാണ് ഇവിടെ സ്ലാബ് അട്ടിയായി ഉയർത്തുന്ന സമയത്താണ് സ്ലാബ് ഉയർത്തുന്നതിനിടെ അത് ഫിറ്റ് ചെയ്യുന്നതിനിടെയാണ് അത് ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ ഇടിഞ്ഞ് താഴോട്ട് വീണിട്ടുള്ളത്. ഭാഗ്യവശാൽ ഇതൊരു നമുക്കറിയാം, തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത്, തിരുവങ്ങൂർ പ്രദേശം എന്ന് പറയുന്നത് 3500 കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 3500 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. ആ സ്കൂൾ ഇന്ന് അവധി ആയതുകൊണ്ടാണ് വലിയൊരു ദുരന്തം ഭാഗ്യവശാൽ ഉണ്ടായത് എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം വെച്ചാൽ അങ്ങനത്തെ ഒരു സ്ഥിതിയായിരുന്നു. കുട്ടികൾ ഈ റോഡിലൂടെ സഞ്ചരിക്കാറുണ്ട്, പ്രദേശവാസികൾ സഞ്ചരിക്കാറുണ്ട്. അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്തായിരുന്നു ഇത്തരത്തിൽ ഒരു സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത കാരണത്താൽ ഈ സ്ലാബ് ഇടിഞ്ഞ് താഴെ വീഴുന്നതെങ്കിൽ വലിയൊരു ദുരന്തം ഉണ്ടാകാൻ ഞങ്ങൾ സാക്ഷിയാവുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെയുള്ള ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചു. പ്രധാനപ്പെട്ട സേഫ്റ്റി ഉദ്യോഗസ്ഥരൊന്നും തന്നെ ഇല്ലാതെയാണ് ഇവരുടെ പ്രവൃത്തിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതുമായിട്ട് ഇങ്ങനത്തെ ഒരു പ്രവൃത്തി നടക്കുമ്പോൾ ഉണ്ടാവേണ്ടിയിരുന്ന ഉദ്യോഗസ്ഥരെ പോലും ഇല്ലാതെയാണ് അത് തുടരുന്നത്. അപ്പോൾ ഞങ്ങളത് അവരോട് സംസാരിച്ചു. തൽക്കാലം അവർ വരാതെ ഈ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വന്നതിന് ശേഷം മാത്രമേ ആ പ്രവൃത്തി പുരോഗമിക്കൂ എന്നുകൂടെ പഞ്ചായത്തിനെ അവർ അറിയിച്ചിട്ടുണ്ട്. ഇത് ഫിറ്റ് ചെയ്യാനുള്ള ശ്രമമായിരുന്നോ? എന്തായിരുന്നു? കയറിൽ കെട്ടി? അതെ, ഇത് കയറിൽ കെട്ടി ഉയർത്തി അവിടെ ഫിറ്റ് ചെയ്യാനുള്ള ശ്രമത്തിനിടെയാണ് ഇടിഞ്ഞ് താഴോട്ട് വീണത്. അപ്പോൾ പോലും അതാ ഞാൻ പറഞ്ഞത്, ഒരു പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് അവരെ പ്രവൃത്തി പുരോഗമിച്ചിരുന്നത്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. പ്രവീൺകുമാർ, ഒപ്പം തന്നെ PV അൻവർ ഉൾപ്പെടെയുള്ളവർ സംഭവസ്ഥലം സന്ദർശിക്കുകയുണ്ടായിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്നാണ് യൂത്ത് കോൺഗ്രസും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം തന്നെ നാട്ടുകാരും എല്ലാവരും തന്നെ അഭിപ്രായപ്പെടുന്നത്. ശബരിമലയിൽ ദീപാരാധന നടക്കുകയാണ്. തത്സമയത്തിലേക്ക്
ശബരിമലയിൽ ദീപാരാധനയായിരുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. അയ്യപ്പന് മുന്നിൽ നൃത്തച്ചുവടുകളുമായി കുരുന്നുകൾ. തിരുവനന്തപുരം വെഞ്ഞാറമൂടുള്ള ജീവകല എന്ന നൃത്ത സംഗീത വിദ്യാലയത്തിലെ കുട്ടികളാണ് ശബരിമലയിൽ തിരുവാതിര അവതരിപ്പിച്ചത്. ശരണമന്ത്രങ്ങൾ നിറഞ്ഞ ശബരിമല നടപ്പന്തലിൽ നൃത്തച്ചുവടുകളുമായി ഈ കുരുന്നുകൾ തീർത്ഥാടകരുടെ മനം കവർന്നു. തിരുവാതിര വേഷത്തിൽ അണിഞ്ഞൊരുങ്ങി അവർ 11 പേർ. ഇരുമുടിക്കെട്ടില്ലാത്തതുകൊണ്ട് 18-ാം പടി കയറിയില്ല. പക്ഷെ അയ്യന്റെ സന്നിധിയിലെത്തിയാൽ ശബരീഷിനെ കണ്ട് തൊഴുതു വണങ്ങാതെ എങ്ങനെ നൃത്തച്ചുവടുകൾ വയ്ക്കും? അങ്ങനെ 18-ാം പടിക്ക് സമീപം ഇരുമുടിക്കെട്ടില്ലാതെ കയറാൻ കഴിയുന്ന പ്രത്യേക പടിക്കെട്ടുകൾ കയറി അവർ സന്നിധാനത്തെത്തി. വേഷവിധാനങ്ങൾ കൊണ്ടും മുഖത്തെ ചായവും അലങ്കാരങ്ങളും കൊണ്ടും അവർ 11 പേരും ഒരുപോലെ. പ്രത്യേക അനുമതിയോടെ ശ്രീകോവിലിന് മുന്നിലെ പ്രധാന വാതിൽ കടന്ന് അവർ അയ്യപ്പ ദർശനം നടത്തി. എനിക്ക് ശബരിമലയിൽ പോവാനും അവിടെ തിരുവാതിര കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരു ദിവസം അവിടെ വന്നിട്ടുണ്ട്. തിരുവാതിര കളിക്കാനല്ലായിരുന്നു, തൊഴുവാൻ അവിടെ വന്നാലും വന്നിട്ടുണ്ടായിരുന്നു. കൂട്ടരെ നിങ്ങൾ കണ്ടോ, അമ്പപ്പൂ ചന്തമേറും ബലമുറ്റത്തൊരു കൊമ്പനെ കൂട്ടരെ നിങ്ങൾ കണ്ടോ, അമ്പപ്പൂ ചന്തമേറും ഗജവീരൻ കൊമ്പനാനക്കറുമ്പൻ. 9 വയസ്സിന് താഴെ പ്രായമുള്ള ഈ കുട്ടികൾ മുതിർന്നവരെ പോലെ ചുവടുകൾ തെറ്റാതെ തിരുവാതിര ആടി. കൈകൊട്ടിയും പിന്നെ കോൽകൊട്ടിയും മൺചിരാതുകൾ ചേർത്തും കുഞ്ഞുങ്ങൾ അവതരിപ്പിച്ച തിരുവാതിരകളെ തീർത്ഥാടകരും ആസ്വദിച്ചു. ജീവകല എന്ന കലാസാംസ്കാരിക മണ്ഡലത്തിലെ നൃത്താധ്യാപിക കുമാരി പാർവതി മോഹനാണ് തിരുവാതിര ചിട്ടപ്പെടുത്തിയത്. അമൃത ന്യൂസ്, സന്നിധാനം. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നേരെയുള്ള സൈബർ അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഐക്യരാഷ്ട്രസഭയുടെ യുണൈറ്റ് ക്യാമ്പയിനിൽ പങ്കുചേർന്ന് മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെ അന്താരാഷ്ട്ര യുവജന വിഭാഗമായ അയുത്. തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും അമൃത വിദ്യാലയങ്ങളിലെ 1000-ലധികം വോളണ്ടിയർമാരാണ് ക്യാമ്പയിൻ്റെ ഭാഗമായി അണിനിരുന്നത്. ഡിജിറ്റൽ അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക എന്ന 2025 ആഗോള പ്രമേയത്തിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ വക്താവായ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള റാലികളും തെരുവു നാടകങ്ങളും പോസ്റ്റർ രചനയും മുദ്രാവാക്യം എഴുത്തും ക്യാമ്പയിൻ്റെ ഭാഗമായി നടന്നു. ഡിജിറ്റൽ അതിക്രമങ്ങളുടെ യാഥാർത്ഥ്യം തുറന്നുകാട്ടുന്നതിനായി ആയുധ് വോളണ്ടിയർമാർ അവതരിപ്പിച്ച നിശബ്ദ നാടകം ഏറെ ശ്രദ്ധേയമായി. The Inspector